നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 17 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന ദിവസമാണിത്. ചിട്ടി, നറുക്കെടുപ്പ്, ലോട്ടറി എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാം. ദീർഘകാലമായി സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആത്മവിശ്വാസം വർദ്ധിക്കുകയും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ശനി ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് പല കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ കൈവരും. ഉത്സാഹത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സ്വസ്ഥത കുറയാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കണം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹത്തിനോ സാധ്യതയുണ്ട്. മനഃശക്തി കുറയാതെ ശ്രദ്ധിക്കുകയും കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും വേണം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദേശത്ത് താമസിക്കുന്നവർക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സാഹചര്യം ഉണ്ടാകും. എങ്കിലും കാര്യങ്ങളിൽ ചെറിയ അലസതയും മടിയും പ്രകടമായേക്കാം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനും പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിൽ ആശങ്കയുണ്ടാകാനും ഇടയുണ്ട്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും കുടുംബാംഗങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാഹചര്യം ഒരുങ്ങും. സാമ്പത്തിക പുരോഗതി, ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം എന്നിവ ഈ ദിവസത്തിന്റെ സവിശേഷതകളാണ്. ബന്ധുക്കളുടെ സന്ദർശനം സന്തോഷം നൽകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കാനും സാധിക്കും. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും കൃഷിയിൽ നിന്ന് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. അവാർഡുകൾ, സമ്മാനങ്ങൾ എന്നിവ ലഭിക്കാനും ദമ്പതികൾക്കിടയിൽ ഐക്യം നിലനിൽക്കാനും സാധ്യത കാണുന്നു. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിലിൽ വിജയം ദൃശ്യമാകുന്നുണ്ടെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. ചിലർക്ക് പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും. എല്ലാ രീതിയിലും ഒരു സമ്മിശ്ര ഫലമായിരിക്കും ഈ ദിവസം അനുഭവപ്പെടുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ നേരിടാൻ സാധ്യതയുള്ളതിനാൽ നിയമവശങ്ങൾ കൃത്യമായി പാലിക്കണം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ശത്രുദോഷം മാറി ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണിത്. ബിസിനസ്സിൽ വലിയ പുരോഗതിയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. ശരീരസുഖവും മനസ്സമാധാനവും ലഭിക്കുന്നതിനൊപ്പം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ചില കാര്യങ്ങളിൽ ഭാഗ്യഹാനിയും മനോവിഷമവും അനുഭവപ്പെട്ടേക്കാം. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. സ്ഥാനമാറ്റത്തിനോ അലച്ചിലിനോ സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ വിജയവും പുത്രഭാഗ്യവും പ്രതീക്ഷിക്കാം. ഗൃഹോപകരണങ്ങൾ വാങ്ങാനും സമ്പത്ത് വർദ്ധിക്കാനും ഈ ദിവസം അനുകൂലമാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. നിയമപരമായ പ്രശ്നങ്ങളിലോ കേസ് വഴക്കുകളിലോ അകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ശരീരസുഖം കുറയാനും ശത്രുശല്യം വർദ്ധിക്കാനും ഇടയുണ്ട്. തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനസ്സുറപ്പിക്കാൻ പ്രയാസപ്പെട്ടേക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.